നിങ്ങൾ അറിഞ്ഞോ? വീണ്ടും ക്ഷേത്ര നിർമ്മാണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സാക്ഷാൽ BJP. പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് ചെക്ക് വെക്കാൻ വേണ്ടിയാണ് പുതിയ തീരുമാനം. ഈ നാട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ അതേപടി കിടക്കുമ്പോഴാണ് പുതിയ ക്ഷേത്ര നിർമ്മാണം, അതും 100 കോടി ചിലവ് വഹിച്ച്. രാജ്യം രക്ഷപ്പെടാൻ അത് മാത്രം മതിയല്ലോ അല്ലേ? ഇതാണ് നാട് ഭരിക്കുന്നവർക്ക് മിനിമം ബുദ്ധിയെങ്കിലും വേണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിലും 100 കോടി രൂപയുടെ ബൃഹത്തായ രാമക്ഷേത്ര നിർമ്മാണത്തിന് BJP ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ബംഗാൾ പിടിച്ചടക്കുക എന്ന കൃത്യമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്നത് വ്യക്തമാണ്. ബംഗാളിന്റെ സാംസ്കാരിക പശ്ചാത്തലം ദുർഗാപൂജയിലും കാളി ആരാധനയിലുമാണ് പണ്ട് മുതലേ വേരൂന്നിയിരിക്കുന്നത്. അവിടെ ജയ് ശ്രീറാം വിളികൾ ഉയർത്തിക്കൊണ്ട് രാമനെ ഒരു രാഷ്ട്രീയ ചിഹ്നമായി അവതരിപ്പിക്കാനും ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനുമാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. ബംഗാളി വികാരത്തെക്കാൾ ഉപരി ഉത്തരേന്ത്യൻ ഹൈന്ദവ വികാരം ബംഗാളിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഈ നീക്കം കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യം നേരിടുന്ന അതീവ സങ്കീർണമായ പല സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഈ നീക്കം വലിയ വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ട്. രാജ്യത്തെ യുവാക്കൾ തൊഴിലില്ലാതെ വലയുമ്പോഴും സാധാരണക്കാരുടെ നിത്യജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റവും പണപ്പെരുപ്പവും നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തപ്പോഴും 100 കോടി രൂപ ഒരു ക്ഷേത്രത്തിനായി മാറ്റിവെക്കുന്നത് ഭരണകൂടത്തിന്റെ മുൻഗണനകൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രികളോ മികച്ച വിദ്യാലയങ്ങളോ ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ കോടികളുടെ ധൂർത്ത് ഇവിടെ അരങ്ങേറുന്നത്. നേരിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോ നയപരമായ മാറ്റങ്ങൾ കൊണ്ടോ ബംഗാളിന്റെ മനസ്സ് കീഴടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വൈകാരികമായ വിഷയങ്ങൾ BJP മുന്നോട്ട് വെക്കുന്നത്. ക്ഷേത്രം പണിയുന്നതിലൂടെ തങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ സംരക്ഷകർ എന്ന ബോധം സൃഷ്ടിക്കാനും അതുവഴി അധികാരം പിടിച്ചെടുക്കാനുമാണ് അവരുടെ ശ്രമം. ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത് വ്യക്തികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ ഒരു ഭരണകക്ഷിയോ രാഷ്ട്രീയ പ്രസ്ഥാനമോ കോടികൾ ചെലവിട്ട് ക്ഷേത്രങ്ങൾ പണിയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള തന്ത്രം മാത്രമാണ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതിന് പകരം മതവികാരം ചൂഷണം ചെയ്ത് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഈ ശ്രമം ജനാധിപത്യത്തിന് ഗുണം ചെയ്യില്ല. ബംഗാൾ പിടിച്ചടക്കാനുള്ള ഈ ക്ഷേത്ര രാഷ്ട്രീയത്തെ വിവേകമുള്ള ജനത തിരിച്ചറിയുക തന്നെ വേണം. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. വികസനവും സാമ്പത്തിക പുരോഗതിയും ചർച്ച ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് ഗോതകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത് മതപരമായ വൈകാരികതയുടെയും ക്ഷേത്ര നിർമ്മാണത്തിന്റെയും വർത്തമാനങ്ങൾ മാത്രമാണ്. എന്തൊരു അവസ്ഥയാണല്ലേ നമ്മുടെ നാടിന്റേത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ തങ്ങളുടെ ഭരണം നിലനിർത്തുന്നത് ജനക്ഷേമ പദ്ധതികളിലൂടെയല്ല, മറിച്ച് ക്ഷേത്രങ്ങളെയും മതവികാരങ്ങളെയും രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടാണെന്ന വിമർശനം ശക്തമാകുകയാണ്. ഒരു മതേതര രാജ്യത്ത് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലില്ലായ്മ എന്നീ അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെയാണ്. എന്നാൽ BJPയുടെ ഭരണകാലത്ത് ഇത്തരം ജീവൽ പ്രശ്നങ്ങൾ പലപ്പോഴും ബോധപൂർവം വിസ്മരിക്കപ്പെടുകയും പകരം മതം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ വരാനിരിക്കുന്ന മറ്റ് പല പദ്ധതികളും കേവലം വിശ്വാസത്തിന്റെ ഭാഗമായല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വൈകാരികതയെ ഉണർത്തുന്നതിലൂടെ തങ്ങളുടെ ഭരണ പരാജയങ്ങളെ മറച്ചു പിടിക്കാൻ അവർക്ക് എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നുണ്ട്. രാജ്യം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തൊഴിലില്ലായ്മയും ചർച്ചയാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുക എന്നത് BJPയുടെ പരീക്ഷിച്ചു വിജയിച്ച തന്ത്രം തന്നെയാണ്. ദശലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ വലയുമ്പോഴും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും ക്ഷേത്ര നിർമ്മാണത്തെ രാജ്യത്തിന്റെ അത്യുന്നത നേട്ടമായി ഉയർത്തിക്കാട്ടി ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഭരണകൂടത്തിന് കഴിയുന്നു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭരണകൂടം മതപരമായ കാര്യങ്ങൾ നേരിട്ടിടപെടുന്നത്. ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു മതത്തിന്റെ മാത്രം വക്താവായി മാറുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഒരു പ്രത്യേക വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കണമെന്ന BJPയുടെ കണക്കുകൂട്ടൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാമൂഹിക ഘടനയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.
ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലൂടെയും സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിലൂടെയുമാണ് ഒരു സർക്കാർ യാഥാർത്ഥ്യത്തിൽ ജനവിധി തേടേണ്ടത്. എന്നാൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചും മതപരമായ വിഭജനം സൃഷ്ടിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. വിശ്വാസം എന്നത് വ്യക്തിപരമായ കാര്യമായിരിക്കെ അതിനെ അധികാരത്തിലേക്കുള്ള ഏണിയായി ഉപയോഗിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് ഈ അവസരത്തിൽ പറയട്ടെ. യഥാർത്ഥ വികസനം എന്നത് സിമന്റും കല്ലും കൊണ്ട് നിർമ്മിക്കുന്ന ആരാധനാലയങ്ങളല്ല, മറിച്ച് പൗരന്മാരുടെ സുരക്ഷിതവും സമത്വപൂർണവുമായ ജീവിതത്തിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിന്റെ സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഭൂമികയിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ BJP പയറ്റുന്ന ഏറ്റവും പുതിയ തന്ത്രമാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദശകങ്ങളോളം ഇടതുപക്ഷത്തിന്റെയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെയും കോട്ടയായിരുന്ന ബംഗാളിൽ വികസന മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം അധികാരം പിടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് BJPയെ തീവ്ര ഹൈന്ദവതയിലേക്കും ക്ഷേത്ര കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്കും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിന്റെ തനതായ ഭദ്രലോക് സംസ്കാരത്തെയും മതേതര പാരമ്പര്യത്തെയും തകർത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഉത്തരേന്ത്യയിൽ നേടിയ രാഷ്ട്രീയ ലാഭം ബംഗാളിലും ആവർത്തിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ബംഗാളി സ്വത്വത്തിന് മേൽ മതപരമായ സ്വത്വം അടിച്ചേൽപ്പിക്കാനും അതുവഴി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുമാണ് BJP പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ പ്രബലമായ ദുർഗാപൂജയെയും കാളി ആരാധനയെയും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് ഭക്തിയെ വോട്ടാക്കി മാറ്റാൻ ക്ഷേത്ര നിർമ്മാണം എന്ന പുതിയ വഴി അവർ തേടി തുടങ്ങിയത്. സംസ്ഥാനം നേരിടുന്ന തൊഴിലില്ലായ്മയോ വ്യവസായ മുരടിപ്പോ ചർച്ചയാകുന്നതിന് പകരം വിശ്വാസത്തിന്റെ പേരിൽ വൈകാരികമായ വേർതിരിവ് ഉണ്ടാക്കുന്നത് ജനാധിപത്യത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ മുസ്ലിം പ്രീണനക്കാരായി ചിത്രീകരിക്കാനും തങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ സംരക്ഷകരെന്ന് വരുത്തി തീർക്കാനുമുള്ള ബോധപൂർവമായ നീക്കമാണിത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ക്ഷേത്രങ്ങൾ പണിയുമെന്ന് പ്രഖ്യാപിക്കുന്നത് കേവലം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഗിമിക്കാണ് എന്ന് ആർക്കാണ് ഇവിടെ മനസ്സിലാകാത്തതല്ലേ? ബംഗാളിന്റെ മണ്ണിൽ കാലങ്ങളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ പൂർണ്ണമായും തകർത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് BJP ഇവിടെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ കഴിയാത്ത വിധം തങ്ങളുടെ കേന്ദ്രഭരണം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരം പ്രതീകാത്മക രാഷ്ട്രീയത്തിലേക്ക് അവർ ചുവടുമാറുന്നത്. ക്ഷേത്ര നിർമ്മാണം എന്നത് ഭക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് ബംഗാളിന്റെ രാഷ്ട്രീയ മനസ്സിനെ വർഗീയമായി കീഴ്പ്പെടുത്താനുള്ള ഒരു ഉപകരണമാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇത്തരത്തിൽ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതും മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതുമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആരാധനാലയങ്ങൾ നിർമ്മിച്ച് അധികാരം പിടിച്ചടക്കാനുള്ള ഈ നീക്കം ബംഗാളിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധത്തോടുള്ള അവഹേളനമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ BJP വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധവും മതസൗഹാർദ്ദവും എന്നും അവർക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. വികസനത്തിന്റെയോ ഭരണ നേട്ടങ്ങളുടെയോ പേരിൽ മലയാളികളുടെ വോട്ട് നേടാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് BJP കേരളത്തിലും ക്ഷേത്രങ്ങളെയും വിശ്വാസത്തെയും രാഷ്ട്രീയ ആയുധമാക്കാൻ തുടങ്ങിയത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലായാലും ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായാലും ഭക്തിയെ രാഷ്ട്രീയ ലാഭത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് അവരുടെ ശ്രദ്ധ. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെയും മനുഷ്യൻ ഒന്നാണ് എന്ന ചിന്താഗതിയെയും തകർത്തുകൊണ്ട് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്നാരോപിച്ച് ജനങ്ങളെ തെരുവിലിറക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് വികസന ചർച്ചകളിൽ നിന്നുള്ള ജനശ്രദ്ധ തിരിക്കുക എന്നത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ഭീതിയും അവിശ്വാസവും വളർത്തി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കി ഭരണം പിടിക്കാമെന്നത് ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിന് നിരക്കാത്തതാണ്. പക്ഷേ BJP ഇവിടെ കാണിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്കും കൊണ്ടുപോകുന്നത് അത് തന്നെ. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും പരിഹരിക്കാൻ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം വിശ്വാസത്തിന്റെ സംരക്ഷകർ എന്ന വ്യാജേന വർഗീയ കാർഡ് ഇറക്കി കളിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ആരാധനാലയങ്ങളെയും വിശ്വാസത്തെയും രാഷ്ട്രീയ ചതുരംഗത്തിലെ കരുക്കളായി മാറ്റുന്നത് യഥാർത്ഥ വിശ്വാസികളോടും ജനാധിപത്യ സംവിധാനത്തോടും ചെയ്യുന്ന വലിയ ചതിയാണ്. കേരളത്തിലെ മതേതര സ്വഭാവത്തെ കീഴ്പ്പെടുത്താൻ ക്ഷേത്ര ഭരണത്തിലോ വിശ്വാസ കാര്യങ്ങളിലോ രാഷ്ട്രീയ അതിക്രമങ്ങൾ നടത്തുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുക തന്നെ വേണം.
മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ച് കാണുന്ന മലയാളിയുടെ പാരമ്പര്യത്തിന് മേൽ വർഗീയതയുടെ കരിനിഴൽ വീഴ്ത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. വികസന മുദ്രാവാക്യങ്ങൾ വെറും പ്രസംഗങ്ങളിൽ ഒതുക്കി പ്രായോഗികമായി മതപരമായി വിഭജനമുണ്ടാക്കി അധികാരം ഉറപ്പിക്കാനുള്ള BJPയുടെ ഈ നീക്കം കേരളം പോലൊരു സംസ്ഥാനത്ത് സാംസ്കാരികമായ അധപ്പതനത്തിന് വഴിവെക്കുകയുള്ളൂ. വിശ്വാസം എന്നത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പായിരിക്കെ അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി വിനിയോഗിക്കുന്നത് മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അത് കേരളത്തിലായാലും പശ്ചിമ ബംഗാളിലായാലും ഭീഷണി തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.